നരേന്ദ്ര മോദി. കണ്ടോ 31 റിസൾട്ട്സ് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി. ഇനി നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരുണ്ടോ നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെ, നിങ്ങൾ അറിഞ്ഞോ എഫ്സ്റ്റീൻ ഫയലിൽ മോദിയുടെ പേരുണ്ടെന്ന്? അയ്യോ, അയാൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നാലും പ്രമുഖരുടെ എല്ലാം മുഖംമൂടി വെച്ച് ചിന്തുന്ന ആ എഫ്സ്റ്റീൻ ഫയൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. എന്നാലും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ആലോചിച്ച് നോക്കിയേ. പല പാർട്ടിയിലും വിശ്വസിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് വെറുപ്പുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇതെടുത്ത് വെച്ച് അങ്ങോട്ട് ഷെയർ ചെയ്തോളുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ട് ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണേ അങ്ങോട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്നാണ് ഈ എഫ്സ്റ്റീൻ ഫയൽ? എഫ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പോലെ നരേന്ദ്രമോദിയുടെ ഒക്കെ പേരൊക്കെ വന്നല്ലോ. വന്നു. അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നല്ലേ എൻ്റെ അർത്ഥം. എന്നിട്ട് നീ ആ ഫയൽ കണ്ടോ? ഞാൻ കണ്ടില്ല. അതിനെ നീ കാണാതെ തന്നെ വിശ്വസിച്ച് ഒന്നും മിണ്ടില്ല. സംഭവത്രേ ഉള്ളൂ. എനിക്ക് നരേന്ദ്രമോദിയോട് വലിയ താല്പര്യമൊന്നുമില്ല, അയാളെ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച് ഷെയർ ചെയ്യും. അതിൻ്റെ സത്യാവസ്ഥയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇതാണ് കുറേ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സ്വാഭാവികമാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒരാളോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് നമുക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് കുറേ കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിരിക്കും അവരുടെ താല്പര്യം. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കയ്യിലാണുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഈ സാധനം ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ അതിനകത്ത് ആരുടെയൊക്കെ പേരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അറിയണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മേളിൽ സെർച്ച് ഉണ്ട്. ആ സെർച്ചിൽ നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് കൊടുക്കുക. എപ്സ്റ്റീൻ എന്ന് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് വരും. ഇവിടെ എപ്സ്റ്റീൻ ലൈബ്രറി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കണോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിൻഡോ വരും. അവിടെ RU 18 years ഓഫ് ഏജ് എസ് കൊടുക്കുക, വെരിഫൈഡ്. എന്നിട്ട് താഴോട്ട് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ സെർച്ച് ഫുൾ എപ്സ്റ്റീൻ ലൈബ്രറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ആരുടെങ്കിലും ഒരു പ്രമുഖ വ്യക്തികളുടെ പേര് നമ്മൾ ഓരോന്ന് വെച്ചൊന്ന് കൊടുത്തു നോക്കാം. ആദ്യം തന്നെ നമുക്ക് നരേന്ദ്രമോദിയുടെ പേര് കൊടുക്കാം. നരേന്ദ്ര മോദി സെർച്ച് ചെയ്യുന്നു. കണ്ടോ 31 റിസൾട്ട്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ PDF എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നെ തോന്നുന്നു നരേന്ദ്രമോദി എന്നെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തരാം. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 31 റിസൾട്ട് ഉണ്ട്. ഇനി അടുത്ത നമുക്ക് രാഹുൽ ഗാന്ധി ഒന്ന് നോക്കാം. രാഹുൽ ഗാന്ധി സെർച്ച്. രാഹുൽ ഗാന്ധിയുടെ കണ്ടോ, രാഹുൽ ഗാന്ധിനെ കുറിച്ചും ഇത്രയും പേരുകളുണ്ട് ഇതിനകത്തുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേരും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് അനിയത്തിയുടെ പേരൊന്ന് നോക്കാം. പ്രിയങ്ക ഗാന്ധി കിടക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പേരും അതിനകത്തുണ്ട്. ഇനി നമുക്ക് അതും പോട്ടെ, നമുക്കൊരു കാര്യം മഹാത്മാഗാന്ധിയുടെ പേരുണ്ടോ നോക്കാം. മഹാത്മാ ഗാന്ധി വേണ്ട കിടക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പേരും ഉണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നു. 15 റിസൾട്ട്സ്. ഇനി നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പേരുണ്ടോ നോക്കാവേ. മൻമോഹൻ സിംഗ് അതേ കിടക്കുന്നത്. 20 റിസൾട്ട്സ് ഉണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പേരും അതിനകത്തുണ്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അബ്ദുൽ കലാം. സെർച്ച് ചെയ്തു. അതേ കിടക്കുന്നത്. അബ്ദുൽ കലാം ഈസ് ആൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊന്ന് നോക്കാം. BJP സെർച്ച്. 18 റിസൾട്ട്സ്. നെക്സ്റ്റ് കോൺഗ്രസ് സെർച്ച്. കോൺഗ്രസ് 3200 റിസൾട്ട്സ് ഉണ്ട്. ഇനി നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരുണ്ടോ നോക്കാം. സ്പെല്ലിങ് കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവേ, കിട്ടത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെർച്ച്. 215 റിസൾട്ട് ഉണ്ട്. മോദിയുടെ പേരാണ് 31 റിസൾട്ട് വന്നുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ CPM-കാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ നോക്കി ഒരുമാതിരിപ്പെട്ടവർ എല്ലാവരുടെയും പേര് ഇതിനകത്തുണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ പേരുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പേരുണ്ട്, മൻമോഹൻ സിംഗിൻ്റെ പേരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു. അതുകൊണ്ട് ഇവരെല്ലാം അങ്ങനത്തെ ആൾക്കാരാണെന്നാണ് അതിനർത്ഥം. സംഭവം എത്ര ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ തലയ്ക്കകത്ത് ആൾത്താമസമുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ദീപക് എന്ന് പറഞ്ഞൊരു വ്യക്തിയും മനു എന്ന് പറഞ്ഞൊരു വ്യക്തിയും പരസ്പരം വാട്സപ്പ് മെസ്സേജ് അയക്കും. അപ്പോൾ അവരിങ്ങനെ പറയുകയാണ്, എടാ നമ്മുടെ മറ്റേ അഷത്ത് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ ആരാ ടീമെന്ന് അറിയാമോ? അപ്പം അപ്പുറത്തുനിന്ന് ദീപക് ഇങ്ങോട്ട് പറയുക, അവൻ മാത്രമോ അരുൺ എന്ന് പറഞ്ഞവൻ, അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവന്മാരൊക്കെ ആരെ ഉടായിപ്പെന്ന് അറിയാം, നമുക്കത് അറിയാം, പിന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവർ ചാറ്റ് ചെയ്യുന്നതിന് ശേഷം ഇവന്മാരിൽ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു കേസിൽ പൊക്കിയെന്ന് വെച്ചു. കേസിൽ പൊക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അർഷത്തൊന്നും അരുൺ എന്നൊക്കെയുള്ള പേരും മറ്റുമൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് അവരും അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് അതിനർത്ഥം. അല്ലല്ലോ. അപ്പം നമ്മൾ പലരുടെയും പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ വന്നു.
മഹാത്മാഗാന്ധിയുടെ ഒക്കെ പേരെന്തിനാണ് അതിൻ്റെ അകത്ത് വന്നത്? എനിക്കറിയാമെന്ന് തോന്നുന്നു. അത് അവർ പറഞ്ഞു കാണും, ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സയൻറ്റിസ്റ്റാണ് അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമാണ്. അതിനെയാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പേര് ഇന്ന പോലെ എപ്സ്റ്റീൻ ഫയലിൽ വന്നു ആകപ്പാടെ കുഴപ്പമായെന്ന് പറഞ്ഞ് കുറേ എണ്ണം കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് സമരത്തെന്ന് പറഞ്ഞ് അങ്ങോട്ട്. അപ്പോൾ ഇത്ര ഉള്ളു കാര്യം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഏതാണ്ട് പറഞ്ഞു എപ്സ്റ്റീൻ ഫയലിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട്, ആകപ്പാടെ പ്രശ്നമായി, ഉടനെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്ത്. അതേസമയം നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഞങ്ങൾക്ക് നരേന്ദ്രമോദിനെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തു. എന്താണ് മനി എപ്സ്റ്റീൻ ഫയലിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇതങ്ങനെയല്ല, പാർട്ടി അടിമകളെന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ? എൻ്റെ പൊന്നെ, ആരെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, നരേന്ദ്രമോദിക്കെതിരെ ഇത്രയ്ക്കും ശക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നമ്മുടെ ഇന്ത്യയിലെ പ്രതിഷേധവും കാര്യങ്ങളും? ഒന്ന് ആലോചിച്ച് നോക്കി. നിസ്സാരം ഒരു കർഷക സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഇതുപോലെ ശക്തമായിട്ടുള്ള തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചുമ്മാ ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്ര ഉള്ള കാര്യങ്ങൾ എന്നുള്ള മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. അല്ല, നിങ്ങൾ ഇവിടെ താഴെ കിടക്കുന്ന ഈ പാർട്ടിയാണികൾ ആരാണ്ട് പറഞ്ഞു അതൊക്കെ വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര തന്നെ. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് വായിച്ചൊക്കെ നോക്ക്.